കല്യാണ പല്ലക്ക്. എന്തിരിപ്പ് അകങ്ങിയിരിക്കുന്നത്? അവരിപ്പോൾ വരുമെന്ന് നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ വന്ന് പറഞ്ഞു. നീ വേഗം എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി നല്ലൊരു ചുരിദാർ എടുത്തിട്ട് ഒന്ന് റെഡിയായി വന്നേ. ശ്യാമള എത്ര പറഞ്ഞിട്ടും ഗംഗ ഫോണിൽ നോക്കി അതേ ഇരിപ്പ് തന്നെ ഇരുന്നതും ശ്യാമളയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവരോടിച്ചെന്ന് അവളുടെ കൈത്തുടയ്ക്കൊരൊറ്റ അടി കൊടുത്തു. കൈ വേദനിച്ചപ്പോൾ തടവിക്കൊണ്ട് ഗംഗ രൂക്ഷമായി ശ്യാമളയെ നോക്കി. നീ എന്തിനാ എന്നെ നോക്കി പേടിപ്പിക്കുന്നത്? നിന്റെ നോട്ടവും ഭാവവും കണ്ടാൽ തോന്നും ഞങ്ങൾ നിന്നെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുകയാണെന്ന്. നിനക്ക് കൂടി ഒരു വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ ശേഷം തന്നെയല്ലേ ഞങ്ങൾ നിനക്ക് ആലോചനയൊക്കെ നോക്കി തുടങ്ങിയത്. പിന്നെയും ശ്യാമളയുടെ വാക്കുകളെ ഗൗനിക്കാതെ ഗംഗ ഫോണിലേക്ക് മിഴിയൂന്നിയതും തട്ടിപ്പറിക്കുന്ന പോലെ ശ്യാമള ഫോൺ പിടിച്ചു വാങ്ങി. കുറച്ചു നേരം ഇനി ഇതെൻ്റെ കയ്യിലിരിക്കട്ടെ. അമ്മേ, മര്യാദയ്ക്ക് ഫോണിങ്ങിതാ. ഗംഗ ദേഷ്യത്തോടെ ഇരുന്നിടത്തുനിന്ന് ചാടി എണീറ്റു. ആഹാ, നിനക്ക് നാവുണ്ടായിരുന്നല്ലേ. ഇത്ര നേരം ഞാൻ കിടന്ന് വായിട്ടലച്ചിട്ട് ഒരു വാക്ക് എന്നോട് പറയാൻ നിനക്ക് തോന്നിയില്ലല്ലോ. അവരൊക്കെ വന്ന് പോയ ശേഷം ഞാനിത് തിരികെ തരാം. അതിനു മുമ്പ് എന്നോട് വന്ന് ചോദിച്ചാൽ കാവലെ ദേവി സത്യം ഞാനിത് എറിഞ്ഞു പൊട്ടിച്ചു കളയും. നേരം വെളുക്കുമ്പോൾ തുടങ്ങും ഇതും എടുത്തു വെച്ച് അതിലിരുന്ന് കുത്തലും തോണ്ടലും. എന്നിട്ട് കണ്ണി കണ്ടതെല്ലാം എടുത്ത് മുഖത്ത് തേക്കും. അല്പം കർക്കശക്കാരിയായ അമ്മ തന്നെയാണ് ശ്യാമള. എന്നാൽ അവർക്ക് മകളോട് അതിയായ സ്നേഹമുണ്ട്. സ്നേഹിക്കേണ്ട സമയത്ത് നല്ല രീതിയിൽ സ്നേഹിക്കും. വഴക്കു പറയേണ്ട നേരത്ത് നല്ല രീതിയിൽ വഴക്കും പറയും. അതാണ് ശ്യാമളയുടെ പോളിസി. പക്ഷേ അവരുടെ ഭർത്താവ് വേണുമാഷ് അങ്ങനെയല്ല. അയാൾ ഒരു പരിധി വിട്ട് മക്കളെ വഴക്കു പറയുവോ തല്ലുവോ ഒന്നും ചെയ്തിട്ടില്ല. വഴക്കു പറഞ്ഞാൽ പോലും വളരെ സൗമ്യമായി മാത്രം. ഗംഗയ്ക്ക് നല്ല വഴക്കും കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ശ്യാമള കാണുന്നത് ബെഡിൽ മൂടി പുതച്ചു കിടന്നുറങ്ങുന്ന ഗായത്രിയെ. ശ്യാമളയ്ക്ക് എങ്ങു നിന്നൊക്കെയോ ദേഷ്യം വന്നു. അവരവളുടെ പുതുപ്പ് ദേഷ്യത്തിൽ വലിച്ചു മാറ്റി. മേശപ്പുറത്ത് കുടിക്കാൻ കൊണ്ടുവച്ചതിൽ നിന്ന് അര ഗ്ലാസ് വെള്ളമെടുത്ത് അവളുടെ മുഖത്തേക്ക് ഒഴിച്ചു. മുഖം നനഞ്ഞതിൻ്റെ ദേഷ്യത്തിൽ ഗായത്രി ചാടി എണീറ്റ് ബെഡിലിരുന്നു. എന്ത് പണിയാ അമ്മേ കാണിച്ചത്? ഞാനൊന്ന് ഉറങ്ങി വരുമായിരുന്നു. ഉറക്കം മുറിഞ്ഞ സങ്കടത്തിൽ നനഞ്ഞ മുഖവുമായി ഗായത്രി പറഞ്ഞു. എന്നാലേ ഉറക്കമൊക്കെ മതിയാക്കിയങ്ങ് എഴുന്നേക്ക്. സമയം എത്രയെന്നറിയാവോ? മണി 7 കഴിഞ്ഞു. കിടന്നതു മതി. ഇന്ന് പെണ്ണ് കാണാൻ അവർ വരുമെന്ന് പറഞ്ഞതല്ലേ? ശ്യാമള ഗായത്രിയോട് പറഞ്ഞു. അതിന് ഞാൻ എന്തിനാ നേരത്തെ എണീക്കുന്നേ? അവർ ചേച്ചിയല്ലേ പെണ്ണ് കാണാൻ വരുന്നത്. ഇത് വല്ലാത്ത കഷ്ടാണ്. അതും പറഞ്ഞുകൊണ്ട് ഗായത്രി താടിക്ക് കൈയും കൊടുത്ത് ബെഡിലിരുന്നു. അവിടെ ആ ഇരിപ്പ് കാണുകെ ശ്യാമളയ്ക്ക് ചിരിയും വന്നു. ഒപ്പം അവളോട് വല്ലാത്ത സ്നേഹവും തോന്നി. മറ്റൊന്നുമല്ല, പലപ്പോഴും അവരിങ്ങനെയാണ്. ഗംഗയോടുള്ള ദേഷ്യത്തിൻ്റെ ബാക്കിയൊക്കെ തീർക്കുന്നത് ഗായത്രിയോടാണ്. പക്ഷെ അവളങ്ങനെ ഗംഗയെപ്പോലെ ഉച്ചത്തിൽ സംസാരിക്കാനോ തിരിച്ച് ദേഷ്യപ്പെടാനോ ഒന്നും വരാറില്ല. കൂടുതലും ഇങ്ങനെ തമാശ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറയും. ശ്യാമള അവൾക്കരികിലേക്ക് നിന്ന് ഇടുപ്പിൽ കുത്തിയ സാരിത്തും പഴിച്ചെടുത്ത് അവളുടെ മുഖത്തെ വെള്ളത്തുള്ളികൾ നന്നായി തുടച്ചു കൊടുത്തു. സോറി മോളെ, നിന്റെ ചേച്ചി ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് ആ ദേഷ്യത്തിന് പുറത്ത് അമ്മ ഓർക്കാതെ ചെയ്തു പോയതാ. അല്ലാതെ തന്നെ നിനക്കറിയാവുന്ന കാര്യമില്ലേ 7 മണി കഴിഞ്ഞ് കിടന്നുറങ്ങുന്നത് എനിക്കിഷ്ടമില്ലെന്ന്. ആണായാലും പെണ്ണായാലും കുറഞ്ഞത് 6 മണിക്കെങ്കിലും എഴുന്നേറ്റ് അവനവൻ്റെ കാര്യങ്ങൾ ഭംഗിയായി നോക്കണം. എങ്കിലേ ജീവിതത്തിനൊരു അടുക്കും ചിട്ടയും ഒക്കെ വരൂ. അവളുടെ താടിയിൽ തലോടിക്കൊണ്ട് ശ്യാമള പറഞ്ഞു. ഗംഗ അപ്പോഴും ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് മേശയിൽ ചാരി അലസതയോടെ നിൽക്കുകയാണ്. ശ്യാമളെ, ഗംഗ റെഡിയായോ? താഴെ നിന്നും വേണുമാഷ് വിളിച്ചു ചോദിച്ചു. ഇല്ല മാഷേ, ദാ റെഡിയായിക്കൊണ്ടിരിക്കുക. ശ്യാമള ഉറക്കെ വിളിച്ചു പറഞ്ഞു. എൻ്റെ പൊന്നു ഗംഗേ, നീ നിൻ്റെ ഈ അലസതയും മടിയൊക്കെ ഒന്ന് മാറ്റ്. അച്ഛൻ വിളിക്കുന്ന കേട്ടില്ലേ നീ? അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഗവൺമെൻറ് സ്കൂളിലെ മാഷാണ് വേണു. റിട്ടയർ ചെയ്യാൻ ഇനി അധിക നാൾ കൂടിയില്ല. അതുകൊണ്ടാണ് സർവീസിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് 2 മക്കളെ ഒരുവളുടെയെങ്കിലും വിവാഹം നടത്തണമെന്ന് അയാൾ തീരുമാനിച്ചത്. ഗംഗയ്ക്കാണെങ്കിൽ വിവാഹപ്രായം എത്തി. മാത്രമല്ല, ഇപ്പോൾ ഒരു വിവാഹത്തിന് സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോൾ അവൾ സമ്മതം മൂളുകയും ചെയ്തു. തൻ്റെ 2 മക്കളോടും 8 മണിക്ക് മുമ്പേ റെഡിയായി താഴേക്ക് വരണമെന്ന് കർക്കശമായി പറഞ്ഞിട്ടാണ് ശ്യാമള താഴേക്ക് പോയത്. അവർ ചെല്ലുമ്പോൾ കോണിപ്പടിക്ക് താഴെ വേണുമാഷുണ്ടായിരുന്നു.
എന്തായി ശ്യാമളെ, എങ്ങ റെഡിയായോ? റെഡി ആവുന്നു മാഷേ. എത്രയെന്ന് വെച്ചാൽ അവളോട് പറയുന്നത്? ഈ കുട്ടിക്ക് എന്താ ഇത്ര അലസത? എപ്പോഴും ഇങ്ങനെ ഒരു കാര്യത്തിൽ ഒരു ചൊടിയും ചുണയില്ല. അങ്ങനെ താങ്ങി തൂങ്ങി നിൽക്കും. പരിഭവം പോലെ ശ്യാമള പറഞ്ഞു. അതൊക്കെ പോട്ടെ, അവർ വരുമ്പോൾ കൊടുക്കാനുള്ള പലഹാരങ്ങളൊക്കെ എടുത്തു വെച്ചോ? ഇല്ലച്ചാൽ ഞാൻ കൂടി വന്ന് സഹായിക്കാം, വേണുമാഷ് പറഞ്ഞു. അതൊന്നും വേണ്ട മാഷേ, അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. മാഷ് ഇന്നലെ മേടിച്ചോണ്ട് വന്നതൊക്കെയുണ്ട്, അത് മതി. പെണ്ണ് കാണാനല്ലേ അവർ വരുന്നത്, അവരൊന്ന് വന്ന് കണ്ടിട്ടങ്ങ് പോകത്തല്ലേ ഉള്ളൂ. പിന്നീട് ഉറപ്പിക്കാനൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യമായിട്ട് സൽക്കരിക്കാം. അത് മതി, അത് തന്നെയാണ് നല്ലത്. ശ്യാമള പറഞ്ഞതിനോട് വേണുമാഷം യോജിച്ചു. ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ, പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, അവർ വരുമ്പോൾ ചായയാക്കാം. അതും പറഞ്ഞ് ശ്യാമള സാരിത്തുമ്പെടുത്ത് വീണ്ടും വെളിയിലേക്ക് കുത്തിക്കൊണ്ട് അടുക്കളയിലേക്ക് പോയി. ഗംഗയ്ക്ക് വേണ്ടി ഒരുപാട് ആലോചനകൾ നോക്കിയിരുന്നു, പക്ഷെ ഒന്നും അങ്ങോട്ട് ഗംഗയ്ക്ക് പിടിച്ചില്ല. അങ്ങനെ ഇരിക്കെ പുതിയ പച്ചക്കറി വിത്ത് കൃഷി ഓഫീസിൽ വന്നതറിഞ്ഞ് വേണുമാഷ് വാങ്ങാൻ ചെന്ന് നിൽക്കുന്ന നേരത്താണ് മഹേഷിനെ കാണുന്നത്. മഹേഷിനും അല്പസ്വല്പം കൃഷിയോടൊക്കെ ഒരു കമ്പമുണ്ട്. മഹേഷ് മറ്റാരുമല്ല, താൻ പഠിപ്പിച്ച സ്കൂളിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥിയായിരുന്നു. താൻ പഠിപ്പിച്ച കുട്ടികളിൽ മിടുക്കനായവൻ. ചോദിച്ചറിഞ്ഞപ്പോൾ അവന് വിവാഹം നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഗംഗയും മഹേഷിനെയും തമ്മിൽ കൂട്ടിക്കെട്ടിയാലോ എന്നൊരാലോചന വന്നത്. പിന്നീട് മഹേഷിൻ്റെ വീട്ടുകാരുമായി സംസാരിച്ചു. അവർക്ക് പൂർണ്ണ താല്പര്യം. ഇരുവരുടെയും ഫോട്ടോകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുത്തു. പരസ്പരം കണ്ടിട്ടുണ്ടെങ്കിൽ പോലും നേരിട്ട് ഒരു കണ്ടുമുട്ടലോ സംസാരമോ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇന്ന് ഗംഗയെ പെണ്ണ് കാണാനായി മഹേഷും കുടുംബവും വരുന്ന ദിവസമാണ്. ഗംഗയ്ക്കും മഹേഷിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവനെ ശരിക്കും ബോധിച്ചു. അപ്പോൾ പിന്നെ മാഷിനും ഭാര്യയ്ക്കും സന്തോഷവുമായി. മാഷ് ഓരോന്നോർത്തുകൊണ്ട് ഉമ്മർത്ത് നിന്നു. മുകളിൽ ചേച്ചിയും അനുജത്തിയും കൂടി മേക്കപ്പ് ചെയ്ത് റെഡിയാവുന്നുണ്ട്. ഇത് മതിയോന്ന് ചോദിച്ചുകൊണ്ട് ഗംഗ ഒരു ചുരിദാർ എടുത്തു. ഗായത്രി പക്ഷേ അത് മേടിച്ച് തിരികെ അലമാരിയിൽ വെച്ചു. എന്നിട്ട് അവൾ തന്നെയാണ് ചേച്ചി ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തത്. പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും മഹേഷിനെയും കുടുംബത്തെയും കാണാതായതോടെ വേണുമാഷ് ഫോണെടുത്ത് അങ്ങോട്ടേക്ക് വിളിച്ചു. പെട്ടെന്ന് മാഷിൻ്റെ നമ്പറിൽ നിന്ന് കോൾ കണ്ടതും മഹേഷ് ധൃതിയിൽ കോൾ എടുത്തു. എവിടെത്തി മഹേഷേ? മാഷേ, ഞങ്ങളുടെ ആ കവലയിലെത്തി. ആണോ? ഇനിയൊരു 5 മിനിറ്റ് കൂടിയേ ഉള്ളൂ വീട്ടിലേക്ക്. ശരി മാഷേ. അത്രയും പറഞ്ഞ് മഹേഷ് ഫോൺ വെച്ചു. ശ്യാമളെ, അവരിങ്ങ് കവലയിലെത്തിയെന്ന് ദാ ഇപ്പോൾ വിളിച്ചു പറഞ്ഞു. എല്ലാം റെഡിയാക്കി വെച്ചോളൂ. അതുകൂടി കേട്ടതോടെ ശ്യാമളയ്ക്ക് വെപ്രാളം കൂടി. അവൾ പാലിലേക്ക് ചായപ്പൊടി കൂടി ഇട്ടു. ശേഷം പലഹാരങ്ങൾ ഓരോ പാത്രത്തിൽ അടുക്കാൻ തുടങ്ങി. അതേ സമയമായിരുന്നു അപ്പുറത്തു നിന്നും ജയന്തി കയറി വന്നത്. ജയന്തി വേണുമാഷിൻ്റെ സഹോദരൻ ഷാജിയുടെ ഭാര്യയാണ്. ഷാജി ഗൾഫിലാണ്. ജയന്തിയും 2 മക്കളും മാത്രമേ വീട്ടിലിപ്പോൾ ഉള്ളൂ. വേണുമാഷിൻ്റെ വീട്ടിൽ നിന്നും ഒരു കഷ്ടി 2 മിനിറ്റ് നടക്കാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ ജയന്തിയുടെ വീട്ടിലേക്ക്. അതുകൊണ്ട് തന്നെ വീട്ടിലെ ജോലികളെല്ലാം ഒതുക്കി ഉച്ചസമയത്തൊക്കെ ജയന്തി മിക്കപ്പോഴും ശ്യാമളയുടെ കൊച്ചുവർത്താനമൊക്കെ പറയാൻ വന്നിരിക്കാറുണ്ട്. ജ്യേഷ്ഠാനിയന്മാരുടെ ഭാര്യമാരാണെങ്കിൽ പോലും അവർ ചേട്ടത്തിയനീത്തിമാരെ പോലെയാണ്. നല്ല സ്നേഹമാണ് ഇരുവരും തമ്മിൽ. എവിടെ പോയാലും അവരൊരുമിച്ചാണ്. അതിപ്പോൾ അമ്പലത്തിലായാലും സാധനം മേടിക്കാനായാലും അങ്ങനെ എവിടെ പോയാലും. എന്തായി ശ്യാമേച്ചി, കാര്യങ്ങൾ എല്ലാം റെഡിയായോ? അവരെപ്പോൾ എത്തും? ജയന്തി ആകാംക്ഷയോട് ചോദിച്ചു. എൻ്റെ ജയ് ഒന്നും പറയണ്ട, ആ പെണ്ണതായിപ്പോൾ കുളിക്കാൻ അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. ആര്, ഗംഗയോ? അതേന്ന്, അവള് തന്നെ. ഒരു 100 വട്ടം പറഞ്ഞിട്ടാ ഇത് തന്നെ കേട്ടത്. അതിനോടൊക്കെ നാവിട്ട് അലച്ചലച്ച് എൻ്റെ വായിൽ വെള്ളം പറ്റി, ശ്യാമള പറഞ്ഞു. ജയന്തിക്ക് 2 പെൺമക്കളാണ്. അവരാണെങ്കിൽ ഇരട്ടക്കുട്ടികളുമാണ്. ഗായത്രിയുടെ പ്രായമാണ് അവർ രണ്ടുപേരും. അവർ 3 ആളുകളും പഠിക്കുന്നത് ഒരേ കോളേജിലാണ്. പക്ഷേ പല പല വിഷയങ്ങളാണെന്ന് മാത്രം. എൻ്റെ ചേച്ചി, എങ്കിലാ വേലിക്കലേക്ക് ഇറങ്ങി നിന്ന് ജയേന്നൊന്ന് ഒന്ന് നീട്ടി വിളിച്ചുകൂടായിരുന്നോ? ഞാനും കൂടെ വന്ന് സഹായിക്കത്തില്ലേ? ഞാൻ കരുതി പിള്ളേർ എഴുന്നേറ്റ് ഇവിടെ കാര്യങ്ങളെല്ലാം റെഡിയായി കാണുമെന്ന്. പിന്നെ അവിടെയുള്ളതുങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. മൂട്ടിൽ വെയിലടിച്ചാലും 2 എണ്ണം എഴുന്നേൽക്കത്തില്ല, അങ്ങനെ കിടക്കും. എൻ്റെ വായിന്ന് വല്ലതും കേട്ടിട്ട് എൻ്റെ കയ്യിൽ നിന്ന് നല്ലത് കൊണ്ടാലേ അവരൊന്ന് എഴുന്നേറ്റ് വരും. എന്ത് ചെയ്യാനാ? ആരോടെന്നല്ലാത്ത പരിഭവം പറഞ്ഞുകൊണ്ട് ജയന്തി മേശപ്പുറത്തിരുന്ന പലഹാരങ്ങൾ ഓരോന്നായി പാത്രങ്ങളിലേക്ക് അടുക്കാൻ തുടങ്ങി. ശ്യാമള ആ സമയം ചായയിലേക്ക് ശ്രദ്ധ ചെലുത്തി. ശ്യാമളേച്ചി, ഹൽവയില്ലേ? ഓ,
ഞാൻ ഇന്നലെ മാഷോട് പറഞ്ഞു വിട്ടതാ, പക്ഷെ മാഷ് വാങ്ങാൻ മറന്നുപോയി. എങ്കിൽ ഞാൻ വീട്ടിൽ പോയി എടുത്തിട്ട് വരാം. ഇന്നലെ പിള്ളേർക്ക് വാങ്ങിയതുണ്ട് അവിടെ, അതുങ്ങൾ തൊട്ടുപോലും നോക്കിയില്ല. വീട്ടിൽ പലഹാരമൊക്കെ തീർന്നെങ്കിൽ ഗായും അവിടേക്ക് വരണം. ജയന്തി ചിരിയോടെ പറഞ്ഞു. ശ്യാമളയും അവരുടെ ചിരി പങ്കുചേർന്നു. ഞാൻ പോയി അതിങ്ങ് എടുത്തിട്ട് വരാം. ആദ്യമായിട്ട് വരുമ്പോൾ ഹൽവയൊക്കെ വെക്കണം, അതാണ് അതിൻ്റെ ഒരു കണക്ക്. ഞാൻ പോയി വരാം. ജയന്തി അതും പറഞ്ഞ് അവളുടെ വീട്ടിലേക്ക് നടന്നു. ശ്യാമള ഒരു ചിരിയോടെ അവളുടെ പോക്ക് നോക്കി നിന്നു. അപ്പോഴേക്കും ഗംഗയും ഗായത്രിയും റെഡിയായി താഴേക്ക് വന്നു. ഒരു ധാവണിയായിരുന്നു ഗംഗയുടെ വേഷം, ഗായത്രി ഒരു സാദാ ചുരിദാറും. നിങ്ങൾ വന്നോ? അവരിപ്പോൾ ഇങ്ങെത്തും. കവല കഴിഞ്ഞെന്ന് ഇത്തിരി മുമ്പ് അവർ മാഷയെ വിളിച്ചു പറഞ്ഞു. ഗംഗെ, നീ ഇങ്ങി വന്നേ. അതും പറഞ്ഞുകൊണ്ടവർ ഗംഗയെ അടുത്തേക്ക് വിളിച്ചു. ദാ അവർ വന്നിരിക്കുമ്പോൾ അവിടുന്ന് വിളിക്കാൻ ഞാൻ. അപ്പോൾ നീ ഇതെടുത്തുകൊണ്ട് അങ്ങോട്ട് വരണം കേട്ടോ. ചായ ട്രേയിലേക്ക് ചൂണ്ടിക്കൊണ്ട് ശ്യാമള ഗംഗയോട് പറഞ്ഞു. ഗായത്രി ഇങ്ങോട്ട് നോക്ക്. ചേച്ചിക്ക് പിന്നാലെ ഈ പലഹാരങ്ങളും കൊണ്ട് നീ വേണം വരാൻ. ഞാൻ വരണോ അമ്മേ? ഇത് ചേച്ചിയുടെ പെണ്ണുകാണലല്ലേ. നിന്ന് കിണുങ്ങല്ലേ പെണ്ണെ, മര്യാദയ്ക്ക് പറഞ്ഞതങ്ങ് കേട്ടാൽ മതി. ശ്യാമള സ്വല്പം കർക്കശമായി പറഞ്ഞു. അപ്പോഴേക്കും ജയന്തി അവിടെ നിന്നും ഹൽവയുമായി വന്നു. ജയന്തിക്കൊപ്പം തന്നെ അവരുടെ 2 പെൺമക്കളും ഉണ്ട്, ശ്രീബാലയും ശ്രീനിധിയും. അവർ രണ്ടുപേരുമായി ഗായത്രി നല്ല കൂട്ടാണ്. ഗംഗയ്ക്ക് പക്ഷേ അവരോടൊന്നും അത്ര താല്പര്യമില്ല. ഗംഗ പണ്ട് തൊട്ടേ അങ്ങനെയാണ്. അവൾ എപ്പോഴും അവളിലേക്ക് മാത്രമായി ഉൾവലിഞ്ഞ് അങ്ങനെ ആളും ബഹളവും അതൊന്നും അത്ര ഇഷ്ടമില്ലാത്ത ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഗായത്രി അങ്ങനെയല്ല. കാവിലെ ഉത്സവം തുടങ്ങിയാൽ പിന്നെ ഗായത്രിയെ കാണണമെങ്കിൽ കാവിലേക്ക് പോകണം, അതാണ് അവസ്ഥ. അവളെ എപ്പോഴും കളിയാക്കി ശ്യാമള പറയും, ചെണ്ടപ്പുറത്ത് കോൽ വീഴുന്നിടത്ത് ഗായത്രി കാണുമെന്ന്. അതൊരു തരത്തിൽ പറഞ്ഞാൽ സത്യവുമാണ്. അവൾക്കതൊക്കെയാണ് ഇഷ്ടം. ഒരു പരിധിയിൽ കൂടുതൽ വീട്ടിൽ കയറി മുറി അടച്ചിട്ടിരിക്കാനോ ഒന്നും ഇഷ്ടമില്ല. അവൾക്ക് ആരോടെങ്കിലും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണം. അതുമല്ലെങ്കിൽ പറമ്പിക്കൂടി തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. ഇനിയൊന്നും നടന്നിട്ടില്ലെങ്കിൽ അടുക്കളയിൽ വന്ന് വെറുതെ ശ്യാമളയോട് 1-2 പറഞ്ഞ് വഴക്കെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. 2 പേരെയും കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ച് ശ്യാമളയും ജയന്തിയും ഉമ്മറത്തേക്ക് നടന്നു. നിന്റെ ചേച്ചിക്ക് എന്തു പറ്റി? മുഖത്ത് കടന്നൽ കുത്തിയോ? ഒരു കൊട്ടയുണ്ടല്ലോ മുഖം. ശ്രീനിധി രഹസ്യം പോലെ ഗായത്രിയോട് ചോദിച്ചു. ഗായത്രി അവളെ നോക്കി കണ്ണു കൂർപ്പിച്ചു. എൻ്റെ പൊന്നു മോളെ, ഒന്ന് മിണ്ടാതെ നിൽക്ക്. ഇനി ഇതെങ്ങാനും കേട്ടാൽ അതും മതി അടുത്ത പുകില്. ഗായത്രിയുടെ വർത്താനം കേട്ടതോടെ ശ്രീനിധി ബാക്കി പറയാൻ വന്നതൊന്നും പറയാതെ വായ അടച്ചു നിന്നു. ഉമ്മർത്ത് നിൽക്കുകയാണ് ജയന്തിയും വേണുമാഷും ശ്യാമളയും. മഹേഷിൻ്റെ വീട്ടിൽ നിന്ന് മഹേഷും അച്ഛനും അമ്മയും മഹേഷിൻ്റെ പെങ്ങളും ഉണ്ടായിരുന്നു. നന്നേ വെളുത്ത് കട്ടി മീശയൊക്കെയായി ക്ലീൻ ഷേവ് ചെയ്ത നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരനാണ് മഹേഷ്. ഏകദേശം 30 വയസ്സിനോടടുത്ത് പ്രായം. കണ്ടാൽ അത്രയും തോന്നിക്കത്തില്ല, ചെറിയ പയ്യനെ പോലെ തോന്നിക്കും. വേണുമാഷെ കണ്ടപാടെ തന്നെ മഹേഷ് ഓടി അയാൾക്ക് അരികിലേക്ക് വന്നു. വേണുമാഷ് മഹേഷിനെ നോക്കി. മാഷിനപ്പോൾ ഓർമ്മ വന്നത് അസംബ്ലിയിൽ തീപ്പൊരി പ്രസംഗം നടത്തിയ അന്നത്തെ ആ മഹേഷിനെയാണ്. അന്ന് മാഷ് കരുതി മഹേഷ് രാഷ്ട്രീയത്തിലെത്തുമെന്ന്. അതുപോലെയായിരുന്നു മഹേഷിൻ്റെ സംസാരവും വാക്ചാതുര്യവുമൊക്കെ. സ്കൂളിൻ്റെ പൊതുവായ എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവ്, ചുറുചുറുക്കുള്ളൊരു ചെക്കൻ. അന്ന് ടീച്ചർമാരും സാറുമാരും മഹേഷിനെ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. മഹേഷ് ഇപ്പോൾ SBIയിലെ സിറ്റി ബ്രാഞ്ചിൻ്റെ അസിസ്റ്റൻറ്റ് മാനേജറാണ്. ഹലോ, വരൂ വരൂ, എല്ലാവരും അകത്തേക്ക് വരൂ. മാഷ് അതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. മാഷിന് പിന്നാലെ അവരെല്ലാവരും. ലിവിംഗ് റൂമിലെ സോഫയിൽ എല്ലാവരും ഇരുന്നു. മാഷ് ശ്യാമളയെ അവർക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇതെൻ്റെ ഭാര്യ ശ്യാമള, ഇത് എൻ്റെ അനിയൻ്റെ ഭാര്യയാണ് ജയന്തി, തൊട്ടപ്പുറത്തെ താമസം. പിന്നെ എനിക്ക് മക്കളായിട്ട് 2 പേരാണ്, ഗായത്രിയും ഗംഗയും. ജയന്തിക്കും 2 മക്കളാണ്, ശ്രീനിധിയും ശ്രീബാലയും. കുട്ടികളെല്ലാവരും ഇവിടെയുണ്ട്. എൻ്റെ അനിയൻ ഷാജി, അവൻ ഗൾഫിലാണ്, വർഷങ്ങളായിട്ട് ഗൾഫിലാണ്. അവൻ അവധിക്ക് വരുമ്പോൾ ഗംഗയുടെ കല്യാണം നടത്തണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാഷ് ഒരു ഒഴുക്കോടെ പറഞ്ഞു നിർത്തി. ജയന്തി ശ്യാമളയും ആ സമയം അവരെ എല്ലാവരെയും നോക്കി ഒരു ചെറുപുഞ്ചിരിയോടുകൂടി നിൽക്കുകയാണ്. മഹേഷിൻ്റെ അച്ഛൻ സോമൻ അവരുടെ കുടുംബത്തെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇതെൻ്റെ മകൻ മഹേഷ്, SBIയിലെ അസിസ്റ്റൻറ്റ് മാനേജറാണ്. വേണുമാഷിന് മഹേഷിനെ പറ്റിയെല്ലാം അറിയാമെങ്കിൽ പോലും
ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. സോമൻ ഒരു ചിരിയോടെ പറഞ്ഞു നിർത്തി. പിന്നെ ഇതെൻ്റെ ഭാര്യ ഗീത. ദാ ഈ ഇരിക്കുന്നത് മഹിമ, മഹേഷിൻ്റെ പെങ്ങളാണ്. എൻ്റെ മൂത്ത മകൾ മഹിമ ഗവൺമെൻറ് സ്കൂളിൽ തന്നെ ടീച്ചറാണ്, ഹയർ സെക്കൻഡറി വിഭാഗം. ഇത് മഹിമയുടെ ഭർത്താവ് ദീപക്. ദീപകിന് വാട്ടർ അതോറിറ്റിയിൽ ജോലിയുണ്ട്. ഇവർക്ക് 2 മക്കളാണുള്ളത്, ദേവദത്തനും ദേവപ്രിയയും. പിന്നെ എൻ്റെ കാര്യം പറയണ്ടല്ലോ, ഞാനൊരു എക്സ് മിലിറ്ററിയാണ്. സോമൻ അവരുടെ കുടുംബത്തെപ്പറ്റിയും ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു. എങ്കിൽ നമുക്ക് കുട്ടികളെ വിളിക്കാല്ലേ? മഹേഷിനോടും ഫാമിലിയോടുമായി അതും പറഞ്ഞുകൊണ്ട് ശ്യാമളയെ നോക്കി വേണുമാഷ്. തുടരും. പുതിയ കഥയാണ് കേട്ടോ.